തംബ്നെയിൽ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും വേൾഡ് ഗിന്നസ് റെക്കോർഡ് ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. പിന്നെ ഞാനെന്താ ഇവിടെ കാട്ടി നിൽക്കണേന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരിതാണ്. അതെ, അവിടെ തന്നെയാണ് റോഡ് കേട്ടോ, അടുത്ത് തന്നെയാണ് റോഡ്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് ഒരു വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് വന്നാണ്. അപ്പോൾ തംബ്നെയിലിനെ പറ്റിയിട്ട് അല്ലേ, യൂട്യൂബിൽ ആദ്യമായിട്ട് എന്താണ് ഇപ്പോൾ ഇവൻ ചെയ്യാൻ പോകുന്നതെന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ട്രാവൽ വീഡിയോസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലഡാക്ക് ട്രിപ്പ് പോയി വന്ന ഉടനെ തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്നാണ്. അപ്പോൾ ഞാൻ ട്രാവൽ വീഡിയോ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. പക്ഷേ നിങ്ങളെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിനകത്ത് ഇതെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഈ കണ്ടൻറ്റിനെ പറ്റിയിട്ട്. എനിക്ക് അങ്ങനെ മലയാളത്തിലായാലും വേറെ ചാനലുകളായാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിലിൽ ഫസ്റ്റ് ടൈം ഇനി യൂട്യൂബിൽ നിന്ന് ഇട്ടത്. യൂട്യൂബിൽ ആദ്യമായിട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നാട്. ഞാൻ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എൻ്റെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക്, നമ്മളിപ്പോൾ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ സ്ഥിതിക്ക്, എൻ്റെ നാട്ടിലെത്തിയ സ്ഥിതിക്ക് നിങ്ങൾ ആദ്യം എൻ്റെ നാടൊന്ന് കണ്ടിട്ട് പോയോ. എന്നിട്ട് ഞാൻ എന്താണ് നമ്മുടെ കണ്ടൻറ്റ് എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ നാടൊന്ന് കാണും. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ് കേട്ടോ എൻ്റെ നാട്. മലമ്പുഴ എന്ന പേര് പറയുമ്പോൾ ഈ ഡാം ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് അല്ലേ. കേരളത്തിലെ ലാർജസ്റ്റ് ഡാമും റിസർവോയറും നമ്മുടെ ഈ മലമ്പുഴ ഡാമാണ് കേട്ടോ. നമ്മളെല്ലാവരും എത്ര തന്നെ വലുതായാലും പഠിച്ചു വളർന്ന സ്കൂളും കളിച്ചു വളർന്ന ഗ്രൗണ്ടും വീണ്ടും കാണുമ്പോൾ ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. എൻ്റെ നാട്ടിൽ ITI മുതൽ IIT വരെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് നടക്കാനും കാറ്റുകൊള്ളാനും കടൽ തീരങ്ങളില്ല. എന്നാൽ കടൽ തീരത്തിനേക്കാൾ ഒട്ടും താഴെയല്ലാത്ത ഈ ഒരു കാഴ്ച എന്നും ഞങ്ങൾക്കൊരു വിസ്മയം തന്നെയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കടലില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം ഞങ്ങളുടെ ഈ ഡാം അങ്ങ് നികത്തുന്നുണ്ട് കേട്ടോ. എപ്പോഴും എന്ത് പറഞ്ഞാലും ഈ സൺസെറ്റ് കാണാൻ കടൽ തീരമുള്ളവർ പോലും ഇവിടെ വരാറുണ്ട് കേട്ടോ. ഈ മല കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ബാബുമല. നമ്മുടെ സ്വപ്നതുല്യമായ യാത്രകൾ വലിയ വലിയ യാത്രയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്. അതെല്ലാവരും കാണാറുണ്ടോ, ആസ്വദിക്കാറുണ്ടോ? അപ്പോൾ എൻ്റെ നാട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം അല്ലേ. എന്താണിപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട്, നമ്മൾ ബീൽ റൈഡ് ചെയ്തുകൊണ്ട് അത് സംസാരിക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് സമയം കളയണ്ട, നമുക്ക് റൈഡ് തുടങ്ങാം. എന്നിട്ട് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം നിങ്ങളോട് പറയാം കേട്ടോ. ഇതിൽ എസ്പെഷ്യലി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ കണ്ടൻറ്റ് മുന്നോട്ട് പോവുകയുള്ളൂ. സോ അതെന്താണെന്ന് നമുക്ക് ഇപ്പം അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും അല്ലേ, എന്താണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോ, ഞാനിപ്പോൾ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞു, ഞാൻ ഈ കണ്ടൻറ്റിൽ എൻ്റെ നാട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. അപ്പോൾ എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ? ഇല്ല അല്ലേ.
ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ടൻറ്റിൻ്റെ പേര് തന്നെ അതാണ്, എൻ്റെ നാട്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ നാട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളുടെ നാട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാട് ഏതാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ അവിടെ വന്നിട്ട്, ഇപ്പോൾ ഞാൻ പറയുന്നത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഞാൻ പറയുന്നത്, ഏത് നാടാണെങ്കിലും. ഇപ്പം മലമ്പുഴ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിൽ വൺ ഓഫ് ദ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കാരണം ഇവിടെ നമ്മുടെ ഡാം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നോർമൽ ഒരു സ്ഥലമാണെങ്കിൽ കൂടെ, ഓക്കെ, ആരും അത്ര കേട്ട് അറിവില്ലാത്തതോ വരാത്തതോ ആയിട്ടുള്ള, ആരും അത്ര എക്സ്പ്ലോർ ചെയ്യാത്തതോ ആയിട്ടുള്ള ഏത് നാട്ടിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അതത് നാടിൽ വന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് യൂട്യൂബിലിടും. അതാണ് എൻ്റെ കണ്ടൻറ്റ്. ലൈക്ക് ഇതുവരെ അത് ആരും ചെയ്ത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ നാടും ആർക്കും ഇതുവരെ ഒരു വേറൊരാൾക്ക് കാണാനോ അനുഭവിച്ചറിയാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ എത്ര കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഉള്ളിലുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ എത്ര ഉൾപ്രദേശമാണെങ്കിലും നമ്മളത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോരോ നാട് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല, അതൊരു മെയിൻ സിറ്റി ആവണമെന്നൊരു നിർബന്ധവുമില്ല. ചെറിയ നാട് ആയാലും കുഴപ്പമില്ല, ഇനി വലിയ സിറ്റി ആയാലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും നമ്മളത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് ആ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലിടും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ നാട് എന്നുകൊണ്ടുള്ള എന്ന കണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈക്ക് ഇത് നമ്മളൊരു ട്രാവൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ നാടുകളും എല്ലാ വില്ലേജുകളും ഇതുമായിട്ട് കവറപ്പ് ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എൻ്റെ നാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളുടെ നാട് ഏതാണെന്ന് നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മളതിൽ നിന്ന് പിക്ക് ചെയ്ത ഒരാളെ ഒരു സ്ഥലം എടുത്തിട്ട് നമ്മളിപ്പോൾ വരും, അത് എക്സ്പ്ലോർ ചെയ്യും, അത് വീഡിയോ ചെയ്യും. നിങ്ങളുടെ കമൻറ്റും ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ കമൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ വന്ന് മീറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞേക്കരുത്, കാരണം നമ്മൾ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് ഇടുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നാടും എന്തായാലും കമൻ്റായിട്ട് ഇടുക. വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും കമൻ്റായിട്ട് ഇടുക. നിങ്ങളുടെ എല്ലാ കമൻറ്റിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കേരളത്തിൻ്റെ അകത്ത് മാത്രമുള്ള സ്ഥലങ്ങൾ ഒന്ന് ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പാലക്കാടായതുകൊണ്ട് ഈക്വലാണ്, എനിക്ക് കാസർഗോഡ് ടു ട്രിവാൻഡ്രം രണ്ടും ഈക്വലാണ്. സോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ അതിനെ താണ്ടി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കന്യാകുമാരി ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അതൊരു പ്ലാൻ, കാരണം നമ്മൾ മരുഭൂമി കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ഒരു കടൽ കൂടെ എടുക്കാം, ഒരു സൺസെറ്റ് കൂടെ, അവിടുത്തെ സൺസെറ്റ് കൂടെ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോ മാക്സിമം ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നാട് കണ്ട് നിങ്ങൾക്ക് എൻ്റെ നാട് ഇഷ്ടമായെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വലിയ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അടുത്ത എവിടേക്ക് പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിരിക്കും അടുത്ത വീഡിയോ എവിടേക്കാണെന്ന്. അപ്പോൾ ആ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.